നമസ്കാരം. പുലർകാലത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു പുലർകാലം എന്ന് പറയുമ്പോൾ ഒരു ഓപ്പണിംഗ് ആണ് അല്ലേ? ഒരു സിനിമയ്ക്കൊരു ഓപ്പണിംഗ് ഉണ്ട്, ഒരു ലൈഫിനൊരു ഓപ്പണിംഗ് ഉണ്ട്, ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിനൊരു ഓപ്പണിംഗ് ഉണ്ട്. ജീവൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്, ജീവൻ ടി വിയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് പുലർകാലമാണ്. അപ്പോൾ ഞങ്ങൾ ആശംസിക്കുന്ന ഒരു നല്ല ദിവസം. ഹാവ് എ വണ്ടർഫുൾ ഡേ. പുലർകാലത്തിൽ ഒരു നല്ല ദിവസം ആരംഭിക്കുകയാണ്. ആരംഭിക്കുമ്പോൾ ഞങ്ങൾ ഇതിൻ്റെ സെഗ്മെൻറ്റ്സിലുടനീളം നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പുലർകാലത്തിലൂടെ നമുക്ക് പ്രേക്ഷകർക്ക് എന്താണ് നൽകാൻ കഴിയുന്നത്? തോട്ട് ഓഫ് ദ ഡേ എന്ന് പറയുന്നത് ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്കൊരു സക്സസ്സിൽ നിന്ന് മാത്രമല്ല കിട്ടുന്നത്. സക്സസ്സിൽ നമുക്ക് കിട്ടുന്നത് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു സ്ട്രെങ്ത് ഉണ്ടാവണമെങ്കിൽ അതിലൊരു സ്ട്രഗിളിലൂടെ മാത്രമേ കിട്ടത്തുള്ളൂ. ഒരു ഈസി ആയിട്ട് ഒരു സാധനം നമുക്ക് ലഭിക്കില്ല. അതിന് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരെണ്ണം നേടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് നഷ്ടപ്പെടണം. നഷ്ടപ്പാടിലൂടെ ആ വേദന, ആ സ്ട്രഗിൾ, ഒരു നഷ്ടബോധത്തിൻ്റെ സ്ട്രഗിളാണ് ഒരു സക്സസിൻ്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ്. അതെ, ഒരു ഈസി, ഒരു ഷോർട്ട് കട്ട് ഒന്നിനുമില്ല. അങ്ങനെ നല്ല പോലെ പ്രയത്നിച്ചാൽ മാത്രമേ ഒരു സക്സസ് നമുക്കുണ്ടാവുള്ളൂ അല്ലേ? ഒരു മനുഷ്യൻ്റെ ഒരു ശക്തി എന്നൊക്കെ പറയുന്നത് അവൻ വരുന്ന ഒരു വഴിയാണ്, സ്ട്രഗിൾസിലൂടെ വരുന്ന ആ വഴിയാണ് അയാൾക്ക് ശക്തി പകരുന്നത്. ഒരു വലിയൊരു നടൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, പ്രേം നസീർ, സ്റ്റാർഡം ഈസ് എ ബെഡ് ഓഫ് റോസസ്. പക്ഷെ ആ റോസസിനകത്ത് മുള്ളുകളുണ്ട്, അത് പ്രിക്ക് ചെയ്യും. അപ്പോൾ ആ വേദനകൾ സഹിച്ചുകൊണ്ടാണ് ഒരു സ്റ്റാർഡം ഉണ്ടാകുന്നത്. സെയിം സ്ട്രഗിൾ ഇല്ലാതെ നമുക്കൊരിക്കലും ഒരു മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആ സ്ട്രഗിൾസ് ആണ് നിങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത്, അതാണ് നിങ്ങളുടെ ശക്തി എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നത്. നല്ലൊരു വിജയം ആശംസിക്കുന്നു പുലർകാലത്തിലൂടെ, സ്ട്രഗിൾസ് ഒന്നുമില്ലാതെ തന്നെ. നമുക്ക് പുലർകാലത്തിൽ ഗസ്റ്റിനെ സ്വീകരിക്കുന്ന പറഞ്ഞത് ഏറ്റവും വലിയൊരു സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ്. നിങ്ങളത് കാണാൻ കാത്തിരിക്കുന്നത് പോലെ ഞങ്ങളും ഇതുപോലെ കാത്തിരിക്കുകയാണ്. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻട്രഡക്ഷൻ എന്ന് പറയുന്ന A to Z, അതിൽ ABCD എന്നൊക്കെ പറഞ്ഞ് പഠിക്കുമ്പോൾ ഇസഡിലുള്ള നടികൾ വളരെ കുറവാണ്. അത് മാത്രമല്ല, സീന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും അധികം സിനിമ ചെയ്തിട്ടുള്ളൊരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? സീനത്ത്. സ്നേഹപൂർവ്വം ഞങ്ങൾ പുലർകാലം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. എത്ര പടം ചെയ്തിട്ടുണ്ട് സീനത്ത്? എത്ര പടം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ എണ്ണീട്ടില്ല. അത്രത്തോളം ചെയ്തു? അല്ല, അതുകൊണ്ടല്ല, ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല എത്ര പടം ചെയ്തു എന്നുള്ളത്, അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഒരു വർഷത്തിലൊരു ഏകദേശം എത്രയൊക്കെ ചെയ്തിട്ടുണ്ടാവും? ഞാൻ കുറച്ച് മുന്നേ, ഇപ്പം അമ്മ അച്ഛനൊന്നും ഇല്ലല്ലോ സിനിമയിൽ, അതുകൊണ്ട് അങ്ങനത്തെ ഒരു നല്ലൊരു പടങ്ങളുള്ള സമയത്ത് അതെ അതെ ഇല്ല, ശരിക്കും ഇല്ല. അമ്മയില്ല, അച്ഛനില്ല, ചേച്ചിയില്ല. ഫോട്ടോയിലൊക്കെ ഒതുങ്ങും അല്ലേ? അതെ, ചിലപ്പോൾ ഞാൻ ഈ അടുത്ത സിനിമ കണ്ടതിൽ ഒരു ശബ്ദം മാത്രമുണ്ട് അമ്മയുടെ, മോനെ അവിടെ ആരാ വന്നേന്ന്. അല്ല അല്ല, മതിലുകളല്ല, ഇപ്പത്തെ ന്യൂ ജനറേഷൻ സിനിമയിലാണ് വന്നിട്ടുള്ളത്. മതിലുകളിൽ പിന്നെ അത് കഥയാണല്ലോ, സൗണ്ട് മാത്രം, അതൊരു കഥാപാത്രം അങ്ങനെ നിൽക്കുന്ന ഒരു ഇതാണ്. ഇതങ്ങനെയല്ല. അപ്പം ശരിക്കും ഇന്ന് അമ്മ അച്ഛനൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് ശരിക്കും സിനിമയിലുണ്ട്. നമുക്ക് വർക്കില്ലാത്തതുകൊണ്ടല്ല, ഇപ്പോഴത്തെ കുട്ടികൾ കണ്ടു വളരേണ്ടത് അമ്മ അച്ഛൻ ബന്ധങ്ങളൊന്നുമില്ല, ആ ബന്ധങ്ങൾ കുട്ടികൾ കാണുന്നില്ല. സിനിമയാണ് ഒരു പരിധിവരെ ജനങ്ങൾ അനുകരിക്കുന്നത്, അതായത് കുട്ടികളായാലും ആരായാലും. വെരി പവർഫുൾ മീഡിയം സിനിമ എന്ന് പറയുന്നത്. അതെ, അപ്പോൾ അവർക്ക് ഈ ബന്ധങ്ങൾ കാണുന്നില്ല. അവർക്ക് അമ്മമാരൊക്കെ ചെറുപ്പമായതുകൊണ്ടാണോ അങ്ങനെ അമ്മമാരില്ലാതായത്? അമ്മമാര് ആരുടെ അമ്മയായിട്ടിടാൻ പറ്റും? അങ്ങനെയാണോ? അല്ലെ, സ്വയം നമ്മള് ഒരു പുകഴ്ത്തലല്ല ഞാൻ പറയുന്നത്. ഈ അമ്മമാര് ഇനി ഒരു പക്ഷേ മാത്രമായിട്ട് ഒതുങ്ങേണ്ട കാര്യമുണ്ടോ സീനത്ത്? നമ്മുടെ സിനിമയില് അത് ഒരുപാട് കഥാപാത്രങ്ങൾ സ്ത്രീകളെ തേടി എത്തേണ്ടതില്ലേ? അങ്ങനെ ഒരു മാറ്റം വേണ്ടേ? എന്നുമേ പുരുഷൻ മാത്രം മതിയോ കഥാപാത്രങ്ങളായിട്ട്? സ്ത്രീകൾക്കും വളരെ കോൺക്രീറ്റ് ആയിട്ട്, വളരെ സോളിഡായിട്ട് ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രാധാന്യം കുറഞ്ഞപ്പോഴാണ് കുടുംബങ്ങൾ സിനിമാ തിയേറ്ററിലേക്ക് വരുന്നത് നിർത്തിയത്. സീരിയൽ കാണാൻ തുടങ്ങിയത് അവിടെയാണ്. അതെ, സീരിയലിൽ ഇപ്പോഴും, പക്ഷേ സീരിയലിൽ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് അത് വേറെ ഉണ്ട്. പക്ഷെ സിനിമ കാണാൻ വേണ്ടി ആളുകൾ വരാതിരിക്കുന്നത് കുടുംബങ്ങളുടെ കഥ പറയാത്തതുകൊണ്ടാണ്. അത് മനോഹരമായിട്ട് പറയാൻ പോലും ഇന്ന് പലർക്കും അറിയുന്നില്ല എന്നുള്ളതാണ്. ഒരു വലിയ പ്രശസ്തരായ ഒരു ഡയറക്ടർ പറഞ്ഞത്, അമ്മയും അച്ഛനും കാണുമ്പോൾ ബോറടിക്കുന്നു, അതിൻ്റെ അർത്ഥം പുള്ളിയുടെ അമ്മയെ അച്ഛനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. കഷ്ടമുള്ളൊരു അവസ്ഥ അല്ലേ? അമ്മ അച്ഛൻ്റെ കഥകൾ പറയുന്നത് ശരിക്കും ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട് നന്നായിട്ട്. പിന്നെ സത്യനാന്തിക
എന്ന് പറഞ്ഞ ഡയറക്ടറൊക്കെ ഫാമിലി ഓറിയന്റഡ് സബ്ജക്ട്സ് മാത്രമേ ഒന്നും വേണ്ട. നമുക്ക് അന്തരിച്ചു പോയ ആ നടൻ കൊച്ചിൻ ഹനീഫ വാത്സല്യം എന്ന് പറഞ്ഞൊരു എന്ത് മനോഹരമായ ഫാമിലി. ഇന്നും അത് കണ്ടു കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് ഇന്നും അതുപോലെ ഇനി ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഇന്നത്തെ നടന്മാരും കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. കാരണം അവർ ശരിക്കും വീട്ടിൽ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് നിൽക്കുന്നേക്കാൾ കൂടുതൽ ഉള്ളത് നമ്മുടെയൊക്കെ പോലെയുള്ള ആൾക്കാരുമായിട്ടാണ് കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അല്ലേ. അപ്പോൾ അവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു, അവർ കൂടുതൽ അമ്മ അച്ഛന്ന് വിളിക്കുന്നത്. അതെ. അപ്പോൾ അവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു? നമ്മളൊരു ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞാൽ ഒരു ലെവൽ വിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്കൊരു ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. എന്തിനാ എവിടെയെങ്കിലും സാധനം മേടിക്കാൻ പോയാൽ സിനിമയൊന്നും ഇല്ലേ ഇതിലെ ചോദ്യം വരുള്ളൂ. അത് വലിയ കഷ്ടമാണ്. പ്രേക്ഷകർ അങ്ങനെ ചോദിക്കാതിരിക്കണം കേട്ടോ. അല്ല, അതൊരു വല്ലാത്ത ചോദ്യമാണ്. അപ്പോൾ അത് ശരിക്കും അവർ ആലോചിക്കണം. പൊതുവെ എനിക്കൊന്ന് മലയാളിയുടെ ഒരു സ്വഭാവമാണ് ഇല്ലാത്തതിനെ ചോദിക്കുക എന്നുള്ളത്. പക്ഷേ തമിഴ്നാട്ടിലൊക്കെ പോയാൽ എന്നെ വർക്ക് പண்றீங்க എന്ന് ചോദിക്കുള്ളൂ. ഏത് ജോലിയാണ് ഇപ്പൊ ചെയ്യുന്നതെന്ന് ഒരു പോസിറ്റീവായിട്ട് ബഹുമാനാണ്. എപ്പോഴും കലാകാരന്മാരെ തമിഴ്നാട്ടിൽ ഭയങ്കര ബഹുമാനാണ്. ഇവിടെ പുച്ഛാണ്. കാരണം അതൊരു തരം അസൂയാണ്, അവർക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ അതാണ്. അതിന് വേറൊരു നല്ലൊരു തലം കൂടെ എടുക്കേണ്ടത് അവരിപ്പോഴും നിങ്ങളെ വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതും കൂടെ ഉണ്ട്. ഏതാ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ലേ, ആ മോഡുലേഷൻ ഉണ്ട്. ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെയല്ല കേട്ടോ, അതല്ല. ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, കാണാനുള്ളൊരു മോഹം. തീർച്ചയായിട്ടും എല്ലാവരും പറയും, കാണുമ്പോൾ പറയുന്നത് ഇത് തന്നെയാണ്. അതിന്റെ ഒരു പോസിറ്റീവ്നെസ് അവർക്ക് ഇപ്പോഴും വിഷമം അവർക്കുണ്ട്. നല്ല കഥ പോലും എഴുതാൻ അറിയാത്തതിന്റെ കുഴപ്പമായിരിക്കും. നാടകത്തിൽ നിന്ന് വന്നൊരു അവിടെ തെളിഞ്ഞൊരു വ്യക്തിയാണ് സീനത്ത് അല്ലേ. ഈ സിനിമ അല്ല, സീനത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഒരു നാടകമാണ്. അതിൽ നിന്നല്ലേ ഇങ്ങോട്ടേക്ക് വരവ് അല്ലേ. ആ ലൈഫിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു. ആ യാത്ര നാടകത്തിൽ നിന്നും ഒരു സിനിമയിൽ വന്നു, സീരിയൽ വന്നു, അതൊരു എല്ലാ മേഖലയിലും നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വം. ശരിയാണ്. നാടകവും സിനിമയും തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട്. നാടകത്തിൽ ഒരു സ്റ്റേജിൽ കഴിവുള്ളവർക്ക് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ഒരിക്കലും അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നേർക്കുനേരാണ് നമ്മൾ. അതെ, അവിടെ പിന്നെ ഇത് പഠിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ ഡയറക്ടറോ കഥാകൃത്തോ ഒന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യണം. മൈക്ക് ശ്രദ്ധിക്കണം, എല്ലാം നോക്കിയിട്ട് നമ്മൾ പഠിച്ച് അത് മെമ്മറിയിൽ ഉണ്ടാവണം. ഞാൻ അധികം ഒന്നും ചെയ്തിട്ടില്ല നാടകങ്ങൾ. കാരണം ട്രൂപ്പ് ആകുമ്പോൾ ഒരു നാടകത്തിന് ഒരു വർഷം അങ്ങനെയുണ്ടല്ലോ. ട്രൂപ്പിൽ അങ്ങനെ ചെയ്തിരുന്നു ഒരുപാട് കാലം. ഒരുപാട് കാലം നാടകത്തിൽ നിന്നു എന്ന് പറയാൻ പറ്റില്ല. എത്ര വർഷം നിന്നു? നാടകത്തിൽ ഞാനൊരു 4-5 വർഷം. പക്ഷെ അതൊരു നല്ല ട്രെയിനിങ് ആയിരുന്നല്ലേ? അതെ, തീർച്ചയായിട്ടും. അല്ലേ? ആ നാടകത്തിനെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരുന്ന മുഖങ്ങൾ, സന്ദർഭങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓർമ്മ വരുന്ന മുഖങ്ങൾ പറഞ്ഞാൽ എനിക്ക് എൻ്റെ കൂടെ അഭിനയിച്ച എൻ്റെ ഇളയമ്മയാണ് ഒരാൾ ഉള്ളത്. അതിപ്പോൾ ഓർമ്മിക്കേണ്ട കാര്യമില്ല, എൻ്റെ വീട്ടിൽ തന്നെയുള്ള ആളാണ്. പിന്നെ ഒരാൾ ഉണ്ടായിരുന്നത് ശാന്താദേവി ആയിരുന്നു, ചേച്ചി. ചേച്ചിയുടെ കൂടെ പോകുമ്പോൾ ശരിക്കും സ്വന്തം മോളെ പോലെ. അന്നൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഒറ്റയ്ക്ക് കിടക്കാനൊക്കെ. ആരും ഇല്ലാതെ ഞാൻ കിടക്കില്ല. അപ്പം അന്നൊക്കെ എല്ലാവർക്കും ഒരു റൂമാണല്ലോ, 3 ആർട്ടിസ്റ്റുകളുടെയും 3 ആൾക്കും ഒരു റൂമാണ്. അപ്പം ചേച്ചി എന്നെ ശരിക്കും ഒരു മോളെ പോലെ കൊണ്ടു നടന്നിട്ടുണ്ട്. അവരെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരു ഗുരുനാഥൻ എന്നൊക്കെ പറയുന്നത് ആരായിരിക്കും? ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ എനിക്ക് KT മുഹമ്മദ് തന്നെയാണ്. അന്നും ഒരു വലിയൊരു ബോണ്ടിങ് ഉണ്ടല്ലേ അതിൽ? തീർച്ചയായിട്ടും. അല്ലേ, അതിൽ നിന്ന് എനിക്ക് ഒരുപാട് നല്ല ഗുണങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ടൈമിങ്ങിൻ്റെ കാര്യം, നമ്മളൊരു സ്ഥലത്തേക്ക് പോകാൻ ഒരു ഷൂട്ടിങ്ങിനാണെങ്കിലും ശരി, എനിക്കത് ഭയങ്കര നിർബന്ധമാണ്. ഇപ്പോൾ ഒരു 8 മണിക്കോ 10 മണിക്കോ എത്തണം എന്ന് പറഞ്ഞാൽ ഞാൻ അരമണിക്കൂർ മുമ്പ് ഞാൻ റെഡി ആയിരിക്കും. അത് കൃത്യനിഷ്ഠ. അത് നാടകത്തിന് തന്നെയാണ്. ഞങ്ങൾക്ക് ആ സമയത്ത് കറക്റ്റ് നാടകത്തിന് വന്നിട്ടില്ലെങ്കിൽ വാൻ വിട്ടിട്ട് പോകും. സ്ത്രീകൾ അങ്ങനെ ചെയ്യില്ല, കാരണം സ്ത്രീകൾ വേറെ പെട്ടെന്ന് ഒരാളെ ഇടാൻ പറ്റില്ലല്ലോ. വേറെ ആരെങ്കിലും ട്രെയിനിങ് വളരെ നല്ലതാണ് അല്ലേ? വളരെ നല്ലതാണ്. പിന്നെ ആ ഒരു യാത്രയാണ് ഞാൻ ഉദ്ദേശിച്ചത്. യാത്ര ഇപ്പോൾ ചിലർ പറയും സിനിമ ചെയ്തു കഴിഞ്ഞാൽ പറയും സിനിമയാണോ നാടകമാണോ നല്ലതെന്ന് ചോദിച്ചാൽ പലരും പറയും എനിക്ക് നാടകമാണ് നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അത് പറയില്ല. നാടകം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്, വളരെ ഇഷ്ടമാണ്, ഇപ്പോഴും അഭിനയിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ നാടകം സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപാട് കഷ്ടപ്പാടാണ് നാടകത്തിൽ. ഇപ്പോൾ തിരുവനന്തപുരത്തൊരു നാടകമാണെങ്കിൽ ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ കാസർഗോഡായിരിക്കും. അത്രയും ഈ വാനിൽ യാത്ര ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് ഇപ്പം അത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. രാത്രിയൊന്നും ഉറക്കൊഴിഞ്ഞുള്ള യാത്രകൾ, ചിലപ്പോൾ നല്ല ഹോട്ടലൊന്നും ആയിരിക്കില്ല. ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. നമ്മൾ എത്ര വർഷം നിന്നാലും ആരറിയും ആ വ്യക്തിയെ? ഒരിക്കലും അറിയില്ല. ഇന്നും കഷ്ടപ്പെടുന്ന എത്ര ആർട്ടിസ്റ്റുകളില്ലേ, നമുക്കറിയാം അവരെ? പിന്നെ അറിയില്ല. അപ്പോൾ സിനിമ തന്നെയാണ്. സിനിമയിൽ ഒരു ആർട്ടിസ്റ്റിനെ നാടകത്തിൽ ഒരു എഡിറ്റ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. അതില്ല.
അതില്ല, റീടേക്ക് ഇല്ല. ഒന്നുമില്ല. ശരിയാ. ഓക്കെ, എഡിറ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഗുണം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ എല്ലാം അറിയപ്പെടാനും കാശിനും ഒക്കെ എല്ലാവരുടെ മനസ്സിലും അതല്ലേ. അതെ അതെ. അപ്പം അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് നാടകത്തിന്. പക്ഷെ ഇന്ന് ഒരുപാട് സിനിമയിൽ ഈ വന്ന ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ സിനിമ ഒരുപാട് പേര് തള്ളി പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുറ്റം പറയുന്നത് കേട്ടിട്ടുണ്ട്. സീനത്ത് അതിനെ എങ്ങനെ കാണുന്നു? എനിക്ക് അവരോട് പുച്ഛാണ്, ഒറ്റ ഇതിൽ പറഞ്ഞ. കാരണം സിനിമ നടികളെ പറ്റിയിട്ടും നടന്മാരെ പറ്റിയിട്ടും വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ആളുകളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർക്ക് ശരിക്കും അസൂയാണ്. അവർക്ക് നമ്മളെവിടെയും പോയി കഴിഞ്ഞപ്പോൾ ഒരു സ്കൂളിലാണെങ്കിലും ഒരു ഹോസ്പിറ്റലിലാണെങ്കിലും നമ്മൾ ആളുകൾ തിരിച്ചറിയണം, നമ്മളപ്പോൾ വിളിക്കും അല്ലേ. ഇവർക്ക് ഇവിടെ നിന്ന് എത്താൻ പറ്റാത്ത അസൂയ. പക്ഷേ സിനിമയിലല്ല, പുറത്താണ് പലതും നടക്കുന്നത്. ഞാൻ ഈ എറണാകുളത്ത് വന്ന് താമസിച്ചതിന് ശേഷം എനിക്ക് ശക്തമായിട്ട് പറയാൻ പറ്റും. അല്ല, നമ്മളൊക്കെ ഒരു വഴിക്ക് പോകുമ്പോൾ നിഴല് കണ്ടാൽ നമ്മളെ തിരിച്ചറിയും. സാധാരണക്കാർ എന്തൊക്കെ ചെയ്യുന്നു. അപ്പം ശരിക്കും സുരക്ഷിതത്വം കൂടുതലുള്ള ഫീൽഡാണ് സിനിമ എന്ന് ഞാൻ പറയും. ഞാൻ എൻ്റെ വളരെ ചെറുപ്പത്തിൽ 12 വയസ്സ് തൊട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡാണിത്. അതുകൊണ്ട് ഇപ്പോഴും ജീവിക്കുന്നു. അതുകൊണ്ട് തള്ളി പറയുന്നവരെ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. തള്ളി പറയാൻ പാടില്ല അവനവൻ്റെ, അല്ലേ? അത് കാര്യം അറിയാതെ പറയുന്നത് പോലെയാണ്. അല്ലെങ്കിൽ അതൊരു കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കുമെന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാവർക്കും പണ്ടൊക്കെ മദ്രാസിൽ അവിടെ ഇവിടെയൊക്കെ ആയിരുന്നല്ലോ സിനിമ, ഇപ്പം കേരളത്തിലാണല്ലോ. അതെ. അപ്പോൾ അതുകൊണ്ട് വളരെ അടുത്ത് ജനങ്ങൾക്ക് അറിയാൻ പറ്റും, സിനിമ എന്താണെന്നില്ല തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ വലിയ വലിയ വീടുകളിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത് കുട്ടികളെ ഇറക്കുന്നത്. അവർക്കൊന്ന് എങ്ങനെങ്കിലും സിനിമയിൽ എത്തിപ്പെട്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ വ്യക്തികളുണ്ട്. അപ്പം ഇന്ന് മാറി തുടങ്ങി. സീനത്തിങ്ങനെ പുതിയതായി വരാൻ ആഗ്രഹിക്കുന്നവരോട് എന്ത് പറയും? പുതുതായി വരാൻ ആഗ്രഹിക്കുന്നവരോട് പറയുന്നത് എന്താ വെച്ചാല്, ഒന്നാമത് എനിക്ക് ഇപ്പോഴത്തെ കുട്ടികളോട് പറയാനുള്ളത് മുതിർന്നവരെ ബഹുമാനിക്കാൻ കുറച്ച് പഠിക്കുക എന്നുള്ളതാണ്. അതിപ്പില്ല. നമ്മളൊക്കെ ഇപ്പോഴും ആദ്യത്തെ ആർട്ടിസ്റ്റുകളെ കാണുമ്പോൾ നമ്മൾ അറിയാതെ എഴുന്നേൽക്കും, അവരോട് ഇരിക്കാൻ പറയും. നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവരെ കണ്ടാലും നമ്മളൊന്നും എഴുന്നേൽക്കും, തെറ്റൊന്നുമില്ല അതിൽ. ലളിത ചേച്ചിക്ക് വരികയാണെങ്കിൽ നമ്മൾ വേഗം ചേച്ചിക്ക് കസേര കൊടുത്തിട്ടേ നമ്മൾ ഇരിക്കുകയുള്ളൂ. ഇന്നത്തെ കുട്ടികൾ എന്താ ചേച്ചി ഒന്നും കൂടെ കാലം ഒന്ന് എടുത്തു വെക്കും, അവർ മൈൻഡ് ചെയ്യില്ല. അതൊരു വളരെ മോശമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഒരു നാടകം എന്നൊക്കെ പറഞ്ഞാൽ അത്ര സ്ട്രിക്റ്റായിട്ട് ഡിസിപ്ലിൻഡായിട്ട് വന്ന ഒരു മേഖലയിൽ നിന്ന് വന്ന് സിനിമയിൽ വന്ന് ഇത്ര കാലം നിന്ന് സീരിയലിലൊക്കെ നിന്ന് ഒരു അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റാണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ അകത്ത് കഴമ്പുണ്ട്, കാര്യമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. സീരിയലിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മിലിറ്ററി ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ യു ആർ ദെയർ ആസ് എ ബ്രിഗേഡിയർ ഒക്കെ അല്ലേ, ഒരു ചിട്ട ഇപ്പം മനസ്സിനകത്തുണ്ട്. അങ്ങനെയല്ല ലൈഫിൽ ചിട്ടുണ്ടോന്ന് വെച്ചാൽ അത് ഏതാണ്. രാവിലെ ഉണർന്നാൽ ഇങ്ങനെയൊക്കെ ഇന്നൊക്കെ വേണം, ഇങ്ങനെയൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു ചിട്ടയുള്ള ഒരാളാണോ? അങ്ങനെയൊന്നുമില്ല. ഇല്ല, ഒരു ഹാപ്പി ഗോ ലക്കി. ഭക്ഷണക്രമത്തിൽ തോന്നിയതൊക്കെ കഴിക്കും, ചിലപ്പോൾ നോക്കും, കുറച്ചു കാലം ശ്രദ്ധിക്കും, പിന്നെ ശ്രദ്ധിക്കില്ല, അതിനെന്തും. ടിപ്സ് ഫോർ ദി ഓഡിയൻസ്. സ്ത്രീകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. വേപ്പിലയുടെ പൂവുണ്ട്, അതിനെ ഉണക്കിയിട്ട് വെളിച്ചെണ്ണയിൽ വറുത്ത് മാസത്തിലൊരിക്കൽ കഴിക്കുകയാണെങ്കിൽ യൂട്രസ് സംബന്ധമായ അസുഖങ്ങൾ വരില്ല എന്നാണ് വിശ്വാസം. പൊതുവേ സ്ത്രീകൾക്കൊരു 30+, 40+ ഒക്കെ ആകുമ്പം, ഇപ്പോൾ ചെറുപ്പത്തിലേ കാണുന്നുണ്ട്, യൂട്രസിന് പല പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതൊന്നും വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക. സ്ത്രീകൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് ഞാനിന്ന് പറയുന്നത്. വേപ്പിലയുടെ പൂവ് ഉണക്കി വെളിച്ചെണ്ണയിൽ വറുത്ത് മാസത്തിലൊരിക്കൽ കഴിക്കുകയാണെങ്കിൽ യൂട്രസ് സംബന്ധമായ അസുഖങ്ങൾ വരില്ല. സീനത്തിൻ്റെ ഒരു പുലർക്കാലം, ഒരു ഡേ ഓപ്പണിംഗ് എങ്ങനെയാണ്? ഞങ്ങൾക്ക് കുറച്ച് കാലമായിട്ട് മറ്റേത് പറഞ്ഞാൽ നല്ല രാവിലെ ഫുൾ കിടന്നുറങ്ങുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒരു 5-5:30 മണിക്കൊക്കെ എല്ലാ ദിവസവും എഴുന്നേൽക്കും ഡെയിലി. കാരണം ഇതിലിടക്ക് കുറച്ച് നല്ല തടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അത് വേണ്ട, നമ്മൾ അങ്ങനെ വല്ലാതെ അടിച്ച് അങ്ങനെ പോകണ്ട വിചാരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് രാവിലെ എഴുന്നേറ്റ് 1/2 മണിക്കൂർ നടക്കും, കുറച്ച് സമയം യോഗ ചെയ്യും, പിന്നെ ബാഡ്മിൻ്റൺ കളിക്കാൻ പോവും. ഈശ്വര, അത് ശരി. അപ്പോൾ ഒരു ഇതെല്ലാം കഴിയുമ്പോൾ എത്ര മണിയാവും? അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു 11 മണി. കുക്കിംഗ് സെൽഫാണോ അതോ സെൽഫ്? അല്ലാതെ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല അങ്ങനെ പുറത്ത്. വേറെ നല്ല കുക്കാണോ സീനത്ത്?
നല്ലതാണോ എന്ന് ചോദിച്ചാൽ അത് കഴിക്കുന്നത് പറയണ്ട, ഒരു ദിവസം വീട്ടിലേക്ക് വിളിക്കാം. സീനത്ത് കുക്ക് ചെയ്യാൻ നമുക്ക് കഴിക്കാൻ പറ്റുമല്ലോ, നോൺ വെജ് ഒക്കെ ആയിരിക്കുമല്ലോ അല്ലേ? വെജിറ്റേറിയൻ അങ്ങനെ അറിയില്ല കേട്ടോ. അറിയില്ല. ഏതാണ് എക്സ്പെർട്ട്? ബിരിയാണി. വാവ്, ഓബ്വിയസ്ലി അല്ലേ. ചിക്കൻ ബിരിയാണി. ജന്മസ്ഥലം എന്ന് പറയുന്നത് നിലമ്പൂര. നിലമ്പൂരാണ്. നിലമ്പൂരും ഒരുപാട് കലാകാരന്മാരെ സംഭാവന ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് അല്ലേ? അതിനുശേഷം പിന്നെ കോഴിക്കോട് കുറച്ചു കാലം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എറണാകുളം. ഈ 3 സ്ഥലം പറയുമ്പോഴത്തേക്കും ഇഷ്ടം എറണാകുളം തന്നെയാണ്. എറണാകുളം കുറച്ച് ഇതിന് മുമ്പ് എറണാകുളം നിന്ന് വിട്ടിട്ട് കോഴിക്കോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ വീടൊക്കെ ഫ്ലാറ്റൊക്കെ അല്ല വില്ല ഉണ്ടായിരുന്നു. വില്ല കൊടുത്തിട്ട് അവിടെ ഫ്ലാറ്റൊക്കെ വാങ്ങിച്ചു. അങ്ങനെ അവിടെ താമസിച്ചു. പിന്നെ ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. എറണാകുളം കാണുമ്പോൾ എനിക്ക് കരച്ചിൽ വരും, അയ്യോ എന്താ ഞാൻ വിട്ടുപോയല്ലോ എന്ന്. പക്ഷേ പിന്നെ ഇവിടെ തന്നെ വന്നപ്പോൾ എനിക്ക് സന്തോഷം. ഇവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. കോഴിക്കോടൊന്നും ഫ്രണ്ട്സ് ഇല്ല? കോഴിക്കോട് ഫ്രണ്ട്സ് ഉണ്ടായാലും നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. ശരിക്കും പുറത്തിറങ്ങാനൊരു ബീച്ച് മാത്രമേ ഉള്ളൂ, അല്ലാതെ അവിടെ ഇതും അങ്ങനെ ഇല്ല. അവിടുത്തെ ഒരു കൾച്ചർ വേറെ തന്നെ ഒരു ഇതാണല്ലോ. കുറച്ചുകൂടെ ഓർത്തഡോക്സ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഈ എറണാകുളം കുറച്ചുകൂടെ ഒക്കെ ഒരു ഇവിടെ പല ആൾക്കാരും വന്ന് താമസിക്കുന്ന സ്ഥലമല്ലേ. ഇവിടെ ആരും ശ്രദ്ധിക്കില്ല. എവിടെ പോകണമെങ്കിൽ നമുക്ക് പോവാം, ഒബ്രോൺ മോളിലോ എവിടെ പോവാം. സീനത്തിന് ശരിക്കും നമ്മളിപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഒന്ന് ഒരു സാധാരണ പ്രേക്ഷകനായിട്ട് ഉള്ള രീതിയിൽ പറയുകയാണ്. സീനത്തിന് കണ്ടാൽ ശരിക്കും ഒരു IPS ഒഫീഷ്യലിനെ പോലെയുണ്ട്. ആ ഒരു ഓതന്റിസിറ്റിയും ആ സംസാരിക്കുന്നതിനുള്ള ഒരു എനിക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ഓതന്റിക് ആയിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ യുവർ സ്റ്റേറ്റ്മെന്റ്സ് ആർ വെരി പവർഫുൾ, വെരി കോൺഫിഡന്റ് ആൻഡ് വെരി പവർഫുൾ വിഷൻ. സ്വപ്നം കണ്ടിരുന്നു അങ്ങനെ ഒരു മേഖലയിൽ? അതോ കലാകാരി തന്നെയാണ്? ആരെങ്കിലും ഏതെങ്കിലും പോലീസുകാരെ സല്യൂട്ട് ചെയ്തിട്ടുണ്ടോ? പക്ഷെ എവിടെ ഒരു യു ഹാവ് എ പോലീസ് പവർ ഉണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, വിഷനിലൊക്കെ ഒരു പവർ ഉണ്ട്. പവർ വേണമല്ലോ. അതെ അതെ. ഇന്ന് ഒരുപാട് നമ്മൾ ഒറ്റയ്ക്കൊക്കെ നമ്മൾ പലപ്പോഴും യാത്ര ചെയ്യേണ്ടി വരും, പവർ വേണം. അത് ഈ ഉത്തരം ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്ന സീനത്ത് ഒന്നും സംസാരിക്കാത്ത വളരെ ഞാൻ അങ്ങനെ ആയിരുന്നു. കറക്റ്റാ. കാരണം ഞാൻ സിനിമയിലൊക്കെ വരുന്ന സമയത്ത് ഞാൻ മിണ്ടുണ്ടായിരുന്നില്ല. പല പ്രാവശ്യം എനിക്ക് തോന്നി. അതെ. പിന്നെ ഞാൻ ഏതോ ഒരു പടത്തിന് ഞാൻ മുരളിയേട്ടനുള്ള സമയത്ത് അഭിനയിക്കുമ്പോൾ എന്നെ ഇങ്ങനെ കുറേ സമയം നോക്കിയിരുന്നു. പക്ഷെ എന്താ നീ ഇത്ര സംസാരിക്കാൻ തുടങ്ങിയോ, നീ മിണ്ടാത്ത കുട്ടിയായിരുന്നല്ലോ. അങ്ങനെ പറഞ്ഞു മുരളിച്ചേട്ടൻ. ഒരുപാട് ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ലേ സീനത്ത്? എൻ്റെ ഓർമ്മകളിൽ ഏതെങ്കിലും ഉണ്ടോ പറയാൻ, നമ്മുടെ ഷെയർ ചെയ്യാനായിട്ട്? ഇത്ര ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഇത്ര സിനിമകൾ, ഇത്ര ലൊക്കേഷൻസ് അല്ലേ? അങ്ങനെ പ്രത്യേകമായിട്ട് ഇല്ല, എല്ലാവരും ഒരേപോലെ. ഇന്നസെൻസ് സാറിൻ്റെ കൂടെയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഒരു സിനിമ എനിക്ക് ഓർമ്മയുണ്ട്, 2 ഭാര്യയെ വെച്ചുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു മക്കൾ മഹാത്മ്യം. അത് ആരെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളിങ്ങനെ നോക്കിയിട്ടുണ്ട്. ഈ ഭാര്യയാണ് ആ ഭാര്യയാണോ അല്ലേ? സിദ്ദീഖിന്റെ കഥയായിരുന്നത്. സിദ്ദീഖിന്റെ കഥ. പോൾസൺ. ഈ 2 മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്നു, അമ്മമാർ ഇതിനിടയിൽ. ഞാൻ സിദ്ദീഖിന്റെ ഗോഡ് ഫാദർ ചെയ്തതിന് ശേഷം എനിക്ക് അങ്ങനത്തെ ഒരു സിനിമ. വളരെ യങ് ആയിരുന്നില്ലേ സീനത്ത്? അല്ല, ഒരു അമ്മ വേഷം ചെയ്യേണ്ട ഒരു പ്രായമൊന്നും ആയിരുന്നില്ല. അന്നൊക്കെ എല്ലാവരും മടിക്കായിരുന്നു അമ്മ വേഷം. കാരണം പൊന്നമ്മ ചേച്ചി ഇവരൊക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ പിന്നെ പക്ഷേ വേറെ കാര്യമുണ്ട്. അന്ന് ഞാനൊക്കെ ചെയ്യുന്ന സമയത്ത് പിടിച്ച് നമ്മളന്ന് അരപ്പിക്കലും ഭയങ്കര കറുപ്പിക്കലും ഒക്കെയാണ് ചെയ്യുന്നത്. ഇപ്പൊ അമ്മ വേഷം ചെയ്യുന്നവർക്ക് സുഖാ, നല്ല ഗ്ലാമർ ആയിട്ട് ഇങ്ങനെ അങ്ങനെ ഇപ്പത്തെ അമ്മമാരൊക്കെ അങ്ങനെയാണല്ലോ, നമ്മളൊക്കെ അങ്ങനെയല്ലേ. അപ്പൊ അതുകൊണ്ട് ഇന്ന് ചെയ്യുന്നവർക്ക് നല്ലതാ. പണ്ട് വലിയ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല സീനത്ത് അങ്ങനെ? അല്ല, എനിക്ക് ഡ്രാമ ചെയ്ത് വന്നതുകൊണ്ട് എനിക്കത് വലിയ പ്രശ്നമായിരുന്നില്ല. നമുക്ക് ആദ്യം മടിയായിരുന്നു കേട്ടോ. വന്ന സമയത്തൊക്കെ എനിക്ക് ഹരിദാസിൻ്റെ ഏതോ ഒരു പടം ചെയ്യാതെ രഞ്ജിത്ത് എഴുതിയ ഒരു പടം, ജോർജ് കുട്ടി, കെയർ ഓഫ് ജോർജ് കുട്ടി എന്ന സിനിമയിൽ തന്നെ അന്ന് ഒരു ക്യാരക്ടറിന് വിളിച്ചു. ആ സമയത്തൊക്കെ അല്ലേ? അതെ. അന്ന് ആരുടെ ഒരു ഉണ്ണിമേരി അല്ല തടിച്ചിരിക്കുക. അപ്പോൾ ഉണ്ണിമേരിയുടെ ചേച്ചി അവിടെ ചെന്ന് ലൊക്കേഷൻ എന്താ പറയുക, ഉണ്ണിമേരിയുടെ ചേച്ചിയിട്ടാണെന്ന്. ഞാൻ അഭിനയിക്കില്ല, എനിക്കെന്ത് രഞ്ജിത്തിനെ ഒന്നും അറിയില്ല. അപ്പൊ രഞ്ജിത്ത് ഇങ്ങനെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറെ കഴിഞ്ഞ ശേഷമാണ് രഞ്ജിത്ത് പറയുന്നത് ഞാൻ ചെയ്യാതെ പോന്നു. ആണോ? പിന്നെ അന്നൊന്നും ഇതൊരു നമ്മൾ പറയാ ഒരു തൊഴിലായിട്ട് എടുക്കണം എന്നൊന്നും ഞാൻ വിചാരിച്ചില്ല സിനിമ ചെയ്യുമ്പോൾ. സിനിമയിൽ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതൊരു ലോബിയാണ്, ഒരു കോക്കസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ പടങ്ങൾ കിട്ടുള്ളൂ എന്നൊക്കെ. ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്നൊരു ആർട്ടിസ്റ്റാണ്. അങ്ങനെ അതിലെന്തെങ്കിലും സത്യം ഉണ്ടായിരുന്നോ? അതെനിക്ക് അറിയില്ല. ഞാൻ അതിലൊന്നും അങ്ങനെ പെട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അറിയില്ല. ഇപ്പോഴത്തെ കുറേ പടങ്ങളിൽ നമ്മളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അറിയുന്നില്ല. പക്ഷേ
എനിക്ക് തോന്നുന്നൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കാലമാണിപ്പോൾ. കാരണം കുറേ സുഹൃത്തുക്കൾ അവർ ഒരു പടം ചെയ്യുന്നു. ഒരു നല്ല നോട്ടാണ് അല്ലേ അത്, അല്ലേ? അതെ. അപ്പം അതുകൊണ്ട് ആ ഒരു ഇതിലും നമ്മളില്ലാത്തതുകൊണ്ടായിരിക്കും പടങ്ങൾ ഒരു പക്ഷേ ഇല്ലാത്തത്. സുഹൃത്ത് വലയത്തിൽ ഒന്നും പെടുന്നില്ല. സുഹൃത്ത് വലയല്ല, നമുക്ക് അങ്ങനത്തെ ഒരു ഇതില്ല. എല്ലാവരും ഒരേപോലെ. പ്രത്യേകമായിട്ട് സിനിമയിൽ ആരോടും ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വന്നിട്ടില്ല ഇതുവരെ. ഇൻഫർമേഷൻ ടു ദ പബ്ലിക്. നമ്മൾ പുലർക്കാലത്തിൽ ഈ മാസം മുഴുവൻ നമ്മൾ സംസാരിക്കുന്നത് ട്രാഫിക് റൂൾസിനെ കുറിച്ചാണ്. ആ ട്രാഫിക് റൂൾസ് ഒബേ ചെയ്യുന്നതാണ് നിങ്ങൾക്കും ഞങ്ങൾക്കും നാടിനും നല്ലത് എന്നാണ് പറയുന്നത്. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഈ ഹൈവേ റോഡിൽ കാറ് നമുക്കിപ്പം ഒരുപാട് തെറ്റ് ചെയ്തവർ കാണും, ലിക്കർ കഴിച്ചവർ കാണും, ലൈസൻസ് ഇല്ലാത്തവർ കാണും, ഓവർ സ്പീഡിൽ പോകുന്ന കാണും. എന്ത് തന്നെ ആയിരുന്നാലും ശരി, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ്, അതായത് എന്താ പറയുന്ന അവർ ട്രാഫിക്കിൻ്റെ നിങ്ങളുടെ വയലേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഒളിഞ്ഞു നിൽക്കുന്ന നമ്മുടെ പോലീസുകാർ, അവർ കൈ കാണിച്ചാൽ ആ സ്പോട്ടിൽ വണ്ടി നിർത്തുക. അതല്ലാതെ നിങ്ങൾ വേറൊരു കാര്യം ചെയ്യരുത്. അവരെ പേടിച്ച് നിങ്ങൾ ഓടുമ്പോഴാണ് അവർ പുറകെ വരുന്നതും വലിയ വലിയ മേജർ ആക്സിഡൻസിലേക്ക് പലതും പോയിട്ടുണ്ട്. നമ്മൾ പേപ്പർ എടുത്ത് നോക്കിയാൽ അറിയാം, ബൈക്ക് നിർത്താതെ ഓടിച്ചു പോയി, പോലീസുകാർ പുറകെ ഓടിച്ചു, ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണ് മരിച്ചു എന്ന് പറയുന്നത്. നിങ്ങളെ കൊല്ലുക എന്നുള്ളതല്ല അതിൻ്റെ ലക്ഷ്യം. നിങ്ങൾ ഒബേ ചെയ്യാത്ത ട്രാഫിക് റൂളിന് ദർ ഇസ് എ ഫൈൻ. കൈ കാണിച്ചിട്ട് നിർത്താതെ പോയാലുള്ള ഫൈൻ എത്രയാണ് തരാം? അതെ, ഒരു ട്രാഫിക് പോലീസ് നിങ്ങൾ നിർത്താൻ പറഞ്ഞിട്ട് നിങ്ങളത് ശ്രദ്ധിക്കാതെ മൈൻഡ് ചെയ്യാതെ പോവുകയാണെങ്കിൽ അതിന് വയലേഷനാണ്. അതിനുള്ള ഫൈൻ എന്ന് പറയുന്നത് 500 രൂപയാണ്. അത്രയല്ലേ ഉള്ളൂ. 500 രൂപ കൊടുക്കാതെ പോകുന്നത് വലിയൊരു ജീവിതത്തിലെ ഒരു വലിയ പ്രശ്നങ്ങളിലേക്ക് പോയി ചാടാതെ, ഒരു പക്ഷേ അത്രയും പോലും ചെയ്യാതെ ജസ്റ്റ് സ്റ്റോപ്പ് ദ വെഹിക്കിൾ. യു ബി ഓണസ്റ്റ് ടു ദി റൂൾസ്. ഓണസ്റ്റ് ആകുന്തോറും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരാൾ ഓണസ്റ്റ് ആകുമ്പോൾ നമ്മുടെ രാജ്യം ഒരു പടി മുകളിലാണ്. അത് തന്നെ ഇപ്പോൾ 1000 പേര്, 10 ലക്ഷം, 10,000, 1 കോടി, ഈ ഓൾ ഓവർ ഇന്ത്യ. ഇപ്പോൾ എല്ലാവരും പറയുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ പോലും പറയുന്നത് ഒരു സ്റ്റെപ്പ് വയ്ക്കൂ, ഒപ്പം നിങ്ങളുടെ കൂടെ ഈ രാജ്യം മുഴുവനുമുണ്ട്. ആദ്യം നല്ലതിലേക്ക് വേണ്ടിയിട്ടൊരു കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോൾ ഇന്ത്യ ഈസ് വിത്ത് യു. ആ ഒരു ധാരണ നിങ്ങളെ ഉണ്ടെങ്കിൽ ഡോണ്ട് വയലേറ്റ് ദ ട്രാഫിക് റൂൾസ്. നമ്മളീ പറയുന്ന പോലെ ഈ മാസം മുഴുവനും ട്രാഫിക് റൂൾസാണ്. അതിനെ നിങ്ങൾ വയലേറ്റ് ചെയ്യാതിരിക്കുക, അതിന് ഫൈൻ അടയ്ക്കാതിരിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഞങ്ങളുടെയും കാഴ്ചപ്പാട്. ഇത് പറയുന്നതുകൊണ്ട് കുറച്ചെങ്കിലും ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദേ വിൽ സേവ് 500 rupees ആൻഡ് ദേ വിൽ സ്റ്റാർട്ട് ഒബേയിങ് ദ റൂൾസ്. ഞങ്ങളും ഹാപ്പിയാവും. പഴയ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടോ ഇപ്പോഴും സിനിമയിൽ സജീവമായിട്ട്? ഇൻഡസ്ട്രിയിൽ സുഹൃത്തുക്കൾ എന്ന് പറയാൻ അടുത്ത സുഹൃത്തുക്കൾ കുറവാണ്. നമുക്ക് സുഹൃത്ത് എന്ന് പറയാൻ പറ്റില്ല. അതെ, അങ്ങനെ ഒരു സുഹൃത്ത് എനിക്ക് സിനിമയിലില്ല. എനിക്ക് പുറത്താണ്. സിനിമയ്ക്കകത്തില്ല. ഇനിയിപ്പം ഒരു പലപ്പോഴും പറയുന്നത് ഒരാളില്ലെങ്കിൽ സജീവമല്ല എന്നുള്ളതല്ല, പക്ഷെ സീനത്ത് ഈസ് ഓൾറെഡി ദെയർ ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി. ഉണ്ട് അല്ലേ? മാർക്കുണ്ടാക്കിയല്ല, ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ബട്ട് ഇപ്പോഴും ഉണ്ട്. വാട്ട് ഈസ് യുവർ അംബിഷൻ? ലൈക്ക് എന്താണ് ശരിക്കും ഒരു അംബിഷൻ എന്ന് പറയുന്നത്? ഞാൻ സാധാരണ ഒരു ക്ലീഷയായിട്ട് ചോദിക്കുകയല്ല, അതായത് എല്ലായിടത്തും ചോദിക്കും നിങ്ങൾ ഇനി അംബിഷൻ എന്താണ്? സീനത്തിന് ഒരു അംബിഷൻ ഉണ്ടാവണമല്ലോ. എല്ലാവർക്കും ഡ്രീംസ് ഉണ്ടല്ലോ, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എന്ത്? അതാണ് ഞാൻ ചോദിച്ചത്. വാട്ട് ഈസ് ദാറ്റ്? ഒന്നുമില്ല, എനിക്ക് അങ്ങനെ പ്രത്യേകമായിട്ട് പറയാൻ ഒന്നുമില്ല. ഇതുപോലെ അങ്ങ് ജീവിച്ചു പോയാൽ മതി. എന്തെങ്കിലും ഒരു അംബിഷൻ? ഐ തിങ്ക് യു ആർ ലോസ്റ്റ് ഇൻ സം സോർട്ട് ഓഫ് വേൾഡ്. അങ്ങനെയൊന്നുമില്ല. ഇനി കുട്ടികളൊക്കെ വലിയ ഇതായി അവരൊക്കെ നന്നായിട്ട് ജീവിക്കട്ടെ. പിന്നെ എനിക്ക് ഒരിക്കലും ഇങ്ങനെ വീട്ടിലിങ്ങനെ അടച്ചിട്ടിരിക്കാൻ ഇഷ്ടമല്ല. വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ബിസിനസ്സിലൊക്കെ താല്പര്യമുണ്ട്. ഇപ്പോൾ ഒരുപാട് സിനിമാക്കാർ ഒരുപാട് ബിസിനസ്സിലോട്ട് ഇറങ്ങിയവരുണ്ട്. ആ ഒരു ചാമിൽ ബിസിനസ് ചെയ്ത് അതൊരു ഭയങ്കര ഒരു നല്ലതാണ്. മാർക്കറ്റിംഗ് അല്ലേ? അതൊരു വലിയ അങ്ങനെ ഇപ്പൊന്നുമില്ല. ബിസിനസ് സ്വപ്നങ്ങൾ അല്ല, ഇല്ലാതില്ല ഉണ്ടാവുമല്ലോ. എന്തായാലും സ്വപ്നങ്ങൾ പലതും ഉണ്ടാവും. ഷെയർ ചെയ്യാൻ പറ്റുന്നതാണോ? അല്ല, ഞാൻ പറയാം, അങ്ങനെ ഒരു വലിയ ബിസിനസ്സൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് നമുക്കറിയാത്ത ഇതെല്ലാം നമുക്കറിയുന്ന സംഭവങ്ങളെ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. അറിയാത്തതിൽ പോയി തല വെച്ചിട്ട് അവസാനം നമ്മളെ വീടും പോയി എല്ലാം പോയി ഇരിക്കുന്ന ഒരു അവസ്ഥ വരാൻ പാടില്ല. പ്രൊഡക്ഷനിലൊക്കെ താല്പര്യമുണ്ടോ? പ്രൊഡക്ഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് മുന്നേ ആത്മ എന്ന് പറഞ്ഞ സീരിയൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. നരേന്ദ്ര പ്രസാദ്, ലളിത ചേച്ചി, കൽപ്പന, എല്ലാ ഫിലിം ആർട്ടിസ്റ്റ് തന്നെയായിരുന്നു മിക്ക ആൾക്കാരും. ജനാർദ്ദനേട്ടൻ, കുറേ ആൾക്കാരുണ്ടായിരുന്നു. ബിഗ് ബഡ്ജറ്റ് ആയി കാണുമല്ലോ അതല്ലേ? അത് അതുകൊണ്ട് പെട്ടെന്ന് നിർത്തി. അതിനൊരു പരിചയക്കുറവുണ്ടായിരുന്നു. പരിചയക്കുറവ് ആദ്യത്തെ ഒരു 13 എപ്പിസോഡ് എടുത്തപ്പോൾ എനിക്ക് പരിചയക്കുറവായിരുന്നു സത്യത്തിൽ. അപ്പോൾ ഇത് നഷ്ടത്തിലേക്ക് പോകുന്നു എന്ന് തോന്നി. അപ്പോൾ ഉടനെ ഞാനിത് പഠിച്ചു, അതിനെപ്പറ്റി എല്ലാം പഠിച്ചു. പിന്നെ ചാർട്ടിങ്ങിൽ വരെ ഞാനിരുന്നു. അതിനകത്ത് അഭിനയിച്ചില്ല? ഞാൻ അഭിനയിച്ചു.
അഭിനയിച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാൻ പ്രയാസമായിരുന്നില്ലേ? അല്ല, അഭിനയം പ്രൊഡ്യൂസ് ചെയ്യുന്നിട്ട് നമ്മളെന്തോ വേറെ ആവശ്യം വരുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണല്ലേ? അനിൽ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. ഇനിയൊരു പ്രൊഡക്ഷൻ ഒരിക്കലില്ല. പഠിച്ച പാഠമല്ല. കാരണം പക്ഷേ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ലൈഫിൽ. കാരണം ആദ്യം ഭയങ്കര വാശിയായിരുന്നു എല്ലാത്തിനും. പ്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് ആ ഒരു പ്രൊഡ്യൂസറുടെ എന്താണ് ഗതികേടെന്ന് മനസ്സിലാവുന്നത്. അവരുടെ ഷൂസിൽ കയറി നിൽക്കുമ്പോഴേ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. പലതിനും നമ്മൾ വാശി പിടിക്കും. അത് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര മാറ്റം തന്നെയായിരുന്നു കഴിഞ്ഞപ്പോൾ. ഒരാൾ എപ്പോഴും പറഞ്ഞു, ഒരു നടനോ നടിക്കോ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബ്രഷുമായിട്ട് മാത്രം വന്നാൽ മതി, പല്ലേക്കുക, അഭിനയിക്കുക, കാശ് വാങ്ങിക്കാൻ പോവുക. അല്ല, ഏറ്റവും സുഖിച്ച് ഇതാവുന്ന ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഒന്നും അറിയേണ്ട കാര്യമില്ല. നല്ല യാത്ര, നല്ല റൂമും, നല്ല ഫുഡ്. അതെ അതെ, അത് ദൈവാനുഗ്രഹമാണല്ലേ? അത് തീർച്ചയായിട്ടും. നമുക്ക് ആളുകൾ നമ്മളെ കണ്ടാൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ പലരും അറിയില്ല. അതിന് കാരണക്കാരായ സംവിധായകരെ പോലെ ഇപ്പോഴാണ് അറിയുന്നത്. പിന്നെ ആർട്ടിസ്റ്റുകൾ ശരിക്കും നല്ല താമസം, നല്ല യാത്ര, ഇതൊക്കെ പരിഹസിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിനും ഞാൻ എതിരാ. കാരണം എന്താ വെച്ചാൽ ആരൊക്കെ എന്തൊക്കെ കഥയുണ്ടാക്കില്ല, എന്തായാലും നമ്മുടെ മുഖത്തിലാണ് അത് കാണുന്നത് ജനങ്ങളല്ലേ. തീർച്ചയായിട്ടും നമ്മളിലൂടെയാണ് ജനങ്ങളിൽ എത്തിക്കുന്നത്. അപ്പം നമ്മളൊരു സ്ഥലം അസുഖം വരാതിരിക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഷൂട്ടിംഗ് മുടങ്ങാതിരിക്കാനും ഒക്കെ അതൊരു കമ്മിറ്റ്മെന്റ് ഇൻ ലൈഫാണല്ലേ. പഴയ നാടകത്തിലെ പഴയ ആൾക്കാർ വിഷമിക്കുന്ന നാടക സുഹൃത്തുക്കളോ ആരെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഓരോ പഴയ ആൾക്കാർ അവരാരെങ്കിലും നന്നായി വരും, നന്നാകാത്തത്. ഇപ്പം എല്ലാവരും സീരിയലൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ എല്ലാവരും സീരിയലിലൊക്കെ അങ്ങനെ ഒരു പഴയ കാലത്തുള്ള പോലെ നാടകം ഇല്ല. ഒന്നാമത് നാടകമേ പോയി. ഒക്കെ എല്ലാവരും സീരിയലിലേക്ക് വന്നു. അപ്പം നല്ല ആർട്ടിസ്റ്റുകളൊന്നും ഇപ്പം നാടകത്തിലില്ല. സീരിയലിൽ എത്താൻ പറ്റാത്ത ആർട്ടിസ്റ്റുകൾ ഇപ്പം എന്ത് ചെയ്യുന്നു? ഡ്രാമയില് കഷ്ടപ്പാടായിരിക്കും. അവരോട് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലേ? അങ്ങനെ ഇപ്പം നമ്മൾ എത്ര ആളോട് കമ്മിറ്റ്മെന്റ് ചെയ്യാം? നോട്ട് ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്. അങ്ങനെ എൻ്റെ കൂടെ അഭിനയിച്ച ആൾക്കാരൊന്നും അങ്ങനെ ഒരു ഇതായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്കറിയില്ല. വിഷമിക്കുന്നവരാരുമില്ല, എല്ലാവരും രക്ഷപ്പെട്ടു. രക്ഷപ്പെടാന്നുള്ളതല്ല, അങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ആൾക്കാരൊന്നും ഞാൻ കണ്ടിട്ടില്ല. അല്ല, സീനത്ത് ഇങ്ങനെ നേരത്തെ പറഞ്ഞപ്പോൾ ഇനിയും എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട് നാടകമാണെങ്കിലെന്ന് പറഞ്ഞു. അങ്ങനത്തെ സ്വപ്നങ്ങൾ വല്ലതും ഉണ്ടോ? ഇനി ഒരു നാടകം, ഒരു സമിതി? അല്ല, നാടക സമിതി എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു സംഭവമാണ്. എൻ്റെ നാട്ടിൽ നിലമ്പൂർ ഒരുപാട് കലാകാരന്മാരുണ്ട്. അവരെ വെച്ചിട്ട് ഡ്രാമ ചെയ്യണം എൻ്റെ ഒരു സ്വപ്നമാണ്. അത് നടക്കുമോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. നടക്കണമല്ലോ, കാരണം അവിടെ ഒരുപാട് കലാകാരന്മാരുണ്ട്. സബ്ജക്റ്റ് ഒക്കെ മനസ്സിലുണ്ടോ? സബ്ജക്റ്റ് ഒന്നുമില്ല, പഴയ നാടകങ്ങൾ, കേട്ടിൻ്റെയൊക്കെ നാടകം, ഏതെങ്കിലും ഒരു നാടകം എടുത്തിട്ട് അവതരിപ്പിച്ചാലും മതി. അതിന് ഒരു റീപ്രൊഡ്യൂസ് ചെയ്യാൻ തന്നെയാണോ? അതെ അല്ലേ, ആലോചിക്കുന്നുണ്ട്. നടക്കുമോയെന്നറിയില്ല. കാരണം നാടകം എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴും ആളുകളൊന്നും ഇപ്പോൾ സ്വീകരിക്കുന്നില്ല. നാടകങ്ങൾ കൂടുതലും അങ്ങനെയല്ല തോന്നുന്നു. എനിക്ക് സീനത്തിൻ്റെ ഒരു കാലിബറിൽ ഒരാൾ, പേരുള്ള ഒരാൾ അതിനുവേണ്ടി മുൻകൈ എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക പരിവേഷമാണ്. ഒരു സാധാരണക്കാരൻ, ഒരു ആഗ്രഹമുള്ള ഒരാൾ, ഒരു ടാലൻറ്റഡ് ഒരാൾ ചെയ്യുന്നതിനേക്കാളും ഒരു റീച്ച് കൂടുതലായിരിക്കും എനിക്ക് തോന്നുന്നു സീനത്ത് ചെയ്യുമ്പോൾ. അതുകൊണ്ട് സീനത്ത് അതിനൊരു രണ്ടാം പക്ഷമായിട്ട് കാണേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. സ്വപ്നങ്ങൾ പൂവണിയണം അല്ലേ, നമുക്കത് കാണാൻ സാധിക്കണമെന്നാണ്. സ്വപ്നങ്ങളുടെ നടുക്ക് ചെറിയ ഒരു ഇൻട്രപ്ഷൻ. സീനത്ത് വളരെ ചൈൽഡിഷ് ആയിരിക്കും അത് ഒരു പക്ഷേ. അത് അക്സെപ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ അത് നിരാകരിക്കാം, അല്ലെങ്കിൽ അത് ചെയ്യാം. സീനത്തൊരു പാട്ട് പാടും. നല്ല കാര്യമല്ലേ, ഞാനും പിന്താങ്ങിയതിനെ. വന്നപ്പോ തൊട്ട് രാജ എനിക്കെതിരെ ഇങ്ങനെ എന്നെ കൊല്ലാനായിട്ട് ഇരിക്കുകയാണ്. സംസാരിച്ച് കംപ്ലീറ്റ് കളയാനുള്ള നിലമ്പൂരിലുള്ള സീനത്ത് അത് വളരെയധികം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, എന്തായാലും പാട്ടെന്ന് പറയുന്ന സാധനം ഉണ്ടായിരിക്കണം കൂടെ. ഒരുപാട് പേര് സീനത്തിന്റെ പാട്ട് കേട്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അതെ, പാടാൻ പോവാണ് പുലർക്കാലത്ത്. പാടിയിട്ടില്ല അല്ലേ സീനത്ത്? അല്ലാണ്ട് ഇതുപോലെ സ്ക്രീനിൽ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ക്രെഡിറ്റ് അങ്ങ് പോയി ഞങ്ങളുടെ. എന്നാലും സാരമില്ല, ഞങ്ങൾക്കൊന്ന് പാട്ട് കേൾക്കട്ടെ. സീനത്ത് തന്നെയാണ് രണ്ടും പറയുന്നത്. പാടിയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ അങ്ങനെ ഇതുവരെ സ്ക്രീനിൽ പാടിയിട്ടുണ്ടോന്ന് വെച്ചാൽ എം ജി ശ്രീകുമാറിന്റെ ഒരു പ്രോഗ്രാമിൽ ഷോയിൽ ചെയ്തു. പിന്നെ അവിടെ 4 പേര് പാടാതെ രക്ഷയില്ലായിരുന്നു, അതുകൊണ്ട് പാടിയിരുന്നു. അല്ലാതെ ഇരുന്ന് പാടല്ല. ഇപ്പൊ ഇഷ്ടമുള്ളൊരു പാട്ട്, ഇഷ്ടം പല പാട്ടുണ്ട്, അതൊന്നും പാടാൻ പറ്റില്ല. അതെന്താ ബുദ്ധിമുട്ടില്ലാത്ത വല്ല പാട്ടുകൾ താര കൂടിയ ഞാൻ ഏത് പാട്ടാണ് കൂടെ കൂടിക്കോളാം. 4 വരി പാടാം. 6 വരി 2 വരി കൂടെ കൂട്ടിയാൽ എന്താ കുഴപ്പം? 8 ആയിക്കോട്ടെ. അയ്യോ, പ്രേക്ഷകർ എന്നെ എന്താ പറയാന്നറിയില്ല.
വെളുക്കുമ്പോ കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വേലിക്കൽ നിന്നവനെ കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ട് എന്നോട് കിന്നാരം പറഞ്ഞവനെ എന്നോട് കിന്നാരം പറഞ്ഞവനെ വെളുക്കുമ്പോ കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വേലിക്കൽ നിന്നവനെ കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ട് എന്നോട് കിന്നാരം പറഞ്ഞവനെ എന്നോട് കിന്നാരം പറഞ്ഞവനെ. മതി. ഉള്ളിൽ ഒരുപാട് പ്രണയമുണ്ട്. ഇതാണ് ഒരു അടുത്തൊരു മൈക്കൽ ജാക്സൺ, എന്തോ ജാനറ്റ് ജാക്സണോ ബ്രിട്നി സ്പിയേഴ്സ് എന്നോ അങ്ങനെയൊന്നും വിശേഷിപ്പിച്ചില്ലെങ്കിലും ഒരു സീനത്ത് പാട്ടുകാരി ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഉള്ളിലൊരു നല്ല പ്രണയം, നല്ലൊരു ഫോക്ക് സോങ്, നല്ലൊരു ഫോക്ക് സോങ് അല്ലേ പാടിയത്. ചൂസ് ചെയ്ത സോങ് വളരെ നല്ലൊരു പഴയ കാലത്ത് എന്തൊരു നല്ലൊരു പ്രണയമല്ലേ. നല്ലതല്ലേ മനസ്സിൽ? അതെ അല്ലേ, സൂക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും. തീർച്ചയായിട്ടും. അതെ, പ്രണയം സൂക്ഷിക്കാത്തവരായിട്ട് വയസ്സായി പോവും. അതാണോ ഈ ചെറുപ്പത്തിന്റെ ഒരു ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. ഞാൻ സത്യമായിട്ട് പറയും, നമ്മളൊക്കെ കുറച്ചൊക്കെ പ്രണയിക്കുന്നതല്ല, ഭഗവാന്മാരൊക്കെ പ്രണയിച്ചാണ് അവർ വയസ്സാകാതിരിക്കുന്നത്. നമ്മളിപ്പോ ഈശ്വരനെ പ്രണയിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഈശ്വരൻ എങ്ങാണ്ടിരിക്കണേ. എങ്ങായിരിക്കുന്നത് നമ്മൾ പ്രണയിക്കാതെ. അല്ല, പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പ്രണയം നല്ലതാണ്, ഇറ്റ്സ് എ ഗുഡ് മെഡിസിൻ. പ്രണയം നല്ലതാണ്, അതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ വേണോ വേണ്ടോ എന്നുള്ളത് വേറെ കാര്യം അല്ലേ. അപ്പൊ പ്രണയിക്കണം പ്രണയം എന്ന് പറഞ്ഞ ഒരു ഭാവനയാണ് നമ്മുടെ. പ്രണയത്തിനെ മസാല ദോശയായിട്ടും ബറോട്ടയായിട്ടൊന്നും കാണരുത്, അത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ പ്രണയം ഉണ്ടാവില്ലേ? അല്ല സീനത്ത്, ഇപ്പൊ ഒരു പ്രണയം എന്ന് പറയുന്നത് ഒരു പിസ്സയിൽ ഒതുങ്ങുന്നു അല്ലെങ്കിൽ ഒരു ബർഗറിലൊക്കെയാണ് ഒതുങ്ങുന്നത് പ്രണയം. അത് പ്രണയമല്ല. പ്രണയം നമുക്ക് നല്ല കാഴ്ചപ്പാടിലൂടെ വേണം. നമ്മുടെ കലയെ തന്നെ പ്രണയിക്കാലോ. അതെ അതെ, അതാണ് ഏറ്റവും നല്ലത്, നമ്മുടെ ജോലി ഏറ്റവും ഉദാത്തമായിട്ടുള്ളതാണ് അല്ലേ. അതെ അതെ അതെ. പ്രണയിക്കും തോറും ദൂരെ ദൂരെ പോകുന്ന ഒരു സാധനമാണ് ഈ കല. നമ്മൾ അതിനെ പ്രണയിക്കും, അത് 1 കിലോമീറ്റർ അപ്പുറത്ത് പോകും, പിന്നെയും പ്രണയിക്കും, ഓട്ടോ പിടിച്ച് വീട്ടിൽ പോകും, അപ്പോൾ ഓട്ടിച്ചിട്ട് പിടിക്കും. ഫുൾ കിട്ടിക്കഴിഞ്ഞാൽ പോയില്ലേ, അതാണ് പ്രണയം പോയില്ലേ. അതെ, പ്രണയമായിട്ട് തന്നെ നിൽക്കുന്ന നല്ല. സജീവമായിട്ട് കൊച്ചിനിൽ ഫുൾ ടൈം സീനത്ത് നിൽക്കാറുണ്ട്, അതോ നിലമ്പൂരിൽ പോകാറുണ്ട്? നിലമ്പൂരിൽ എല്ലാ മാസവും പോകും. പഴയ ആൾക്കാരെയൊക്കെ പോകും. അവിടെ ഇപ്പൊ ആരൊക്കെ ഉണ്ട് നിലമ്പൂരിൽ? അവിടെ ഉമ്മ, അനിയന്റെ അടുത്താണ് ഉമ്മ ഉള്ളത്. ഉമ്മയൊക്കെ വയസ്സായ? വയസ്സായിട്ടുണ്ട്, സുഖമില്ല കിടക്കുകയാണ്. എത്ര വയസ്സായി? 80 വയസ്സൊക്കെ ആയി. അപ്പോൾ കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല അസുഖം അങ്ങനെ അസുഖമല്ല, വയസ്സായതിൻ്റെ കിടക്കുകയാണ്. അപ്പൊ നിലമ്പൂരിൽ ഉമ്മയുള്ളത്. ഉമ്മാനെ നോക്കുന്നത് പനിയനും നാത്തൂൻ. റെക്കഗ്നൈസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഇപ്പല്ല, ഇപ്പോൾ നമ്മളൊന്നും അങ്ങനെ തിരിച്ചറിയ പോലും ഇല്ല. അങ്ങനെയാണ്. പക്ഷേ ഇത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആരോടാണ് കടപ്പാട് എന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ നാത്തൂനോട് തന്നെയാണ്, അമ്മയെ നോക്കുന്നത്, അനിയനും. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും അങ്ങനത്തെ കുട്ടികളെ നമുക്ക് കിട്ടില്ല. സ്വന്തം അമ്മയെ നോക്കില്ല. അതെ, അത് എനിക്ക് ഒരു അത്ഭുതം തന്നെയാണ്. അവർ വളരെ നന്നായിട്ട് നോക്കുന്നുണ്ട് ഉമ്മാനെ. അത് ജനറേഷൻ അല്ലേ, ഒരു പഴയ ജനറേഷനിൽ നമ്മുടെയൊക്കെ ഒരു കാലഘട്ടം. എനിക്ക് തോന്നുന്നു അവളൊക്കെ നന്നായിട്ട് അറബ് പഠിച്ച കുട്ടിയാണ്. അപ്പോൾ നല്ല അതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ മാതാപിതാക്കളെ നോക്കാനാണ് ശരിക്കും ഓത്തുപള്ളിയിൽ നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത്. മാതാവിൻ്റെ കാൽ കീഴിലാണ് സ്വർഗം എന്നാണ് നമുക്ക് പറഞ്ഞു പഠിപ്പിക്കുന്നത്. ആദ്യത്തെ പാഠം. അതെ, കാണപ്പെട്ട ദൈവം ആരാന്ന് റസൂലിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അമ്മ എന്നാണ് പറഞ്ഞത്. പിന്നെയും ചോദിച്ചപ്പോൾ അമ്മ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 4ാമത്തെ ചോദ്യത്തിലാണ് അച്ഛൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം മാതാവിനെ അത്രയും വളരെ നന്നായിട്ട് ബഹുമാനിക്കണം, നോക്കണം എന്നാണ്. അതൊരു ഡ്യൂട്ടിയാണല്ലേ, ഒരു ഡ്യൂട്ടിയാണ്. അപ്പോൾ അത് ശരിക്കും നമുക്ക് കാണപ്പെട്ട ദൈവത്തെ നമ്മളാരും കണ്ടവരില്ല. അപ്പോൾ നമുക്ക് നേർക്ക് കാണാൻ പറ്റുന്ന ഒരു ഇത് അമ്മ ആണ് എന്നാണ് പറയുന്നത്. ഈശ്വരൻ. അതെ, ഈശ്വരൻ, നമ്മുടെ ഈശ്വരൻ അമ്മയാണ്. ഈ ഒരു കാര്യം വളരെ നല്ലൊരു അറിവാണ്. 4 പ്രാവശ്യം ചോദിച്ചപ്പോഴും അമ്മയാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, റസൂൽ പറഞ്ഞത് അമ്മ തന്നെയാണ്. 4ാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോഴാണ് അച്ഛൻ. അപ്പോഴേ വരുന്നുള്ളൂ. എല്ലാ മതങ്ങളിലും പറയുന്നതാണ്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ബന്ധങ്ങളെ, അമ്മയെ, അച്ഛനെ, ഗുരുക്കന്മാരെ ഒക്കെ നിങ്ങൾ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിച്ചാലേ ജീവിതത്തിൽ മുന്നേറ്റം. എത്ര നമ്മൾ ന്യൂ ജനറേഷനാണ്, പുതിയ കാര്യങ്ങളാണ്, ഇതിൽ കാര്യമില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. തീർച്ചയായിട്ടും. ഒരു പരിധി വരെ ഇപ്പോഴത്തെ അമ്മമാരെ ഞാൻ കുറ്റം പറയുന്നില്ല, അവർ ന്യൂ ജനറേഷൻ ആവാൻ ശ്രമിക്കുകയാണ്. അത് വേണ്ട.
അവരെ ആ പഴയ ജനറേഷനിലായി കഴിഞ്ഞാൽ ഇവരെല്ലാം അവരെ തേടി പോകും. അത് എന്താ, അത് അമ്മമാരെന്ത് ചെയ്യുന്നു? സിറ്റിയിലോട്ട് വരേണ്ടി വരുന്നു മകന്റെ പഠിത്തത്തിന് വേണ്ടി, അല്ലെങ്കിൽ മകളുടെ പഠിത്തത്തിന് വേണ്ടി അല്ല, സിറ്റിയിലോട്ട്. അതിപ്പോൾ കുടുംബങ്ങൾക്ക് പ്രാധാന്യം ഇല്ലാതെ ആയിപ്പോയി. എല്ലാവരും ഫ്ലാറ്റിൽ ജീവിക്കുന്നു. അടുത്തുള്ളവർ ആരാണെന്ന് അറിയുന്നില്ല. പിന്നെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഒരു ബഹുമാനമല്ല. അവരെണീച്ച് നേരെ റൂമിലേക്ക് പോയി. അതെ അതെ, അങ്ങനെ ഒരു സംസാരിക്കുന്നില്ല, ആരോട് സംസാരിക്കുന്നില്ല. കുട്ടികൾ നെറ്റിൽ ആകാൻ അവർ അകത്തേ പോയി. പിന്നെ വേറെ സർക്കിളാണ്, അവർ വേറെ സർക്കിളാണ്. അതെന്തുകൊണ്ടാണ്? ഇന്നത്തെ സിനിമയാണ് അതിന് പ്രധാന കാരണം. ഞാൻ പറയുന്നത് അതെ, സിനിമയാണ്. സിനിമയിലാണ് കാണിക്കുന്നത് അമ്മ അച്ഛൻ തമ്മിൽ ബന്ധങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് സിനിമ തന്നെയാണ്. തിങ്കളാഴ്ച നല്ല ദിവസം കണ്ട് എന്തുകൊണ്ട് നന്നാവുന്നില്ല? അതിനകത്ത് അമ്മയെ സ്നേഹിക്കുന്ന ഒരാളാണ് പത്മരാജൻ സാർ. വളരെ നന്നായി ഭയങ്കരമായിട്ടൊരു മെസ്സേജ് ഒക്കെ കൊടുത്തൊരു മൂവിയാണ്. അതെ അല്ലേ? പക്ഷെ ഭരതേട്ടൻ അവരൊക്കെ ശരിക്കും നല്ല നല്ല കഥകളാണ് എഴുതിയിരുന്നത്. അവരൊക്കെ കൂട്ടുകുടുംബത്തിൽ ജീവിച്ച ആളുകളാണ്. ഇന്നത്തെ കുട്ടികൾക്ക് അതില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ കഥകളും അങ്ങനെ പല ഇംഗ്ലീഷ് പടങ്ങളൊക്കെ കണ്ട് അതിൽ നിന്ന് കുറെ എടുത്ത് അങ്ങനെയൊക്കെയുള്ള പടങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. എല്ലാവരും അങ്ങനെയൊന്നുള്ളതല്ല, ഒരുപാട് പടങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. അതെ അതെ. സിനിമയ്ക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ നല്ല ഫാമിലി സബ്ജക്ട്സ് വരണം, എങ്കിൽ മാത്രമേ ഫാമിലി ഓഡിയൻസ് തിയേറ്ററിലേക്ക് വരുള്ളൂ. ഇപ്പൊ സിനിമ ഇപ്പൊ തന്നെ ഞങ്ങൾ ചെയ്ത അലീഫ് എന്ന് പറഞ്ഞ സിനിമ, അത് പറഞ്ഞില്ല, മനോഹരമായ മൂവിയായിരുന്നു. പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്രമാത്രം എത്തിക്കാൻ പറ്റിയെന്ന് വെച്ചാൽ വളരെ കുറവാണ്. അത് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഒരു പറയൂ സീനത്ത്, ഒരു അത് ശരിക്കും പറഞ്ഞാൽ നല്ല നമ്മൾ അഭിനയിച്ചിട്ട് ഡബ് ചെയ്തിട്ട് കണ്ടിട്ടും എല്ലാം തന്നെ സിനിമ കണ്ടപ്പോൾ ഒരു ഭയങ്കര ടച്ചിങ് ആയിരുന്നു. അത്ര അമ്മ, പിന്നെ 3 തലമുറയുടെയാണ് അമ്മ, വല്യമ്മ, അതിൻ്റെ അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെത് ശരിക്കും മെയിൻ ക്യാരക്ടറാണ് എൻ്റെത്. സീനത്ത് എക്സലന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നു. സീനത്ത് വളരെ നല്ലൊരു വേഷം. അതെ, നല്ല ഒരു അവാർഡ് കിട്ടേണ്ട അളവിലേക്ക് സീനത്ത് ചെയ്തിട്ടുണ്ടെന്നാണ്. പൊന്നാവട്ടെ, പറയാൻ പറ്റില്ല നമുക്കത്. അതൊക്കെ ആ സമയത്ത് ആർക്കാ പോവാ ഒന്നും പറയാൻ പറ്റില്ല. നമുക്കൊരു ദുഃഖിച്ചിട്ടൊന്നും കാര്യമില്ല. ശരിക്കും അതിൻ്റെ പോസ്റ്റർ വന്നപ്പോൾ, കാരണം ഞാൻ മെയിൻ ക്യാരക്ടർ ചെയ്തതാണ്, ലെനയും ഞാനുമാണ് അതിൽ. എൻ്റെ മോളാണ് ലെന. പക്ഷെ അമ്മയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്, പറഞ്ഞല്ലോ അവരൊക്കെ. പക്ഷെ പോസ്റ്റർ വന്നപ്പോൾ, ഞങ്ങൾ കണ്ട പോസ്റ്ററല്ല വന്നപ്പോൾ ഞാൻ പോസ്റ്ററിലേ ഇല്ല. മനസ്സിലായില്ലേ? അത് സിനിമയാണ്. അവിടെ മാർക്കറ്റിംഗ് എന്താ അറിയില്ല. കാരണം അത്ര വലിയ ആർട്ടിസ്റ്റുകളൊന്നും അതിലില്ല. അത്ര വലിയ മാർക്കറ്റ് പിടിക്കാൻ പറ്റിയ ആർട്ടിസ്റ്റുകൾ വേറെ വേണ്ടേ? അതില്ലല്ലോ. അപ്പൊ ഇതൊക്കെ ആരാണ് തീരുമാനിക്കുന്നത് ഇങ്ങനെ? അത് ഡയറക്ടർ പുതിയ ആളായതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പുള്ളിയെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോയി, അത് വിതരണക്കാരാണ് അവര്. എന്നിട്ട് അവർ വിതരണക്കാരൻ നേരെ ചെയ്തതുമില്ലല്ലോ അല്ലേ? എന്താ അറിയില്ല. അല്ല, അപ്പം നമ്മളെ മനസ്സ് ഭയങ്കരമായിട്ട് വേദനിക്കും. കാരണം ഇനി എനിക്ക് അങ്ങനത്തെ റോള് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അത്ര മനോഹരമായ റോളായിരുന്നു. അപ്പോൾ ചെറിയൊരു 2 ഞങ്ങൾ അയൽവാസിയായിട്ട് അഭിനയിക്കുന്ന ഒരു നടനാണ് അതിൽ മെയിൻ കഥാപാത്രം. ചാനലുകളും എല്ലാം അങ്ങോട്ട് പറയാൻ തുടങ്ങി. ലെനയും ആ നടനുമാണ്. ലെന എന്ന് പറഞ്ഞാൽ നല്ല ആർട്ടിസ്റ്റ്. അതിലേറെ മനോഹരമായിട്ടുള്ള ഇപ്പോൾ ജോയി ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ വേണുചേട്ടൻ ഉണ്ടായിരുന്നു. ഇവർക്കൊന്നും വലിയൊരു ഇത് വന്നതുപോലെ പോസ്റ്ററിൽ അവർക്കൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. എനിക്കില്ല, എന്തായാലും പ്രാധാന്യമേ എനിക്ക് തന്നില്ല പോസ്റ്ററിലൊന്നും. എൻ്റെ തല ചെറുതായിട്ട് അവിടെ ഇവിടെ കൊടുത്തു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി. ആ ഒരു പടത്തിന് എൻ്റെ വീട്ടിൽ പിന്നെ എപ്പോഴാണ് നമ്മളൊരു മമ്മൂട്ടി മോഹൻലാലിൻ്റെ പടത്തിലാണെങ്കിൽ നമ്മളത് വെച്ചില്ലെങ്കിൽ എന്നിട്ട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അങ്ങനെ ഒരു വേഷം വരാറില്ല. അതെ, വരാൻ പറ്റില്ല. വന്നാൽ തന്നെ നമ്മൾ അതിൽ വലിയ പോസ്റ്ററിൽ വരണം എന്നൊക്കെ പറയുന്നത് ഭയങ്കര വിരോധാഭാസമാണ്, അധികമാണത്. അതെ, അതല്ല, ഇത് വളരെ കുറച്ച് ആൾക്കാർ മാത്രം ചെയ്തൊരു പടമാണ്. ആ ഓഫ് ബീറ്റ് ഒരു മൂവിയാണ്, അങ്ങനത്തെ ഒരു സിനിമ. അത്ര ഇമ്പോർട്ടന്റ് ഒരു ക്യാരക്ടർ. അതെ, എന്നിട്ട് ഈ അമ്മയിലൂടെയാണ് ആ കഥ മുഴുവൻ പോകുന്നത്. ഞാനൊരു റോൾ ചെയ്തു അതിൻ്റെ അകത്ത്, ജോയുടെ താരയുണ്ടല്ലോ, ഞാനാണ് വില്ലിയൻ. അതെ അതെ അതെ, താരയുണ്ട്. ഇതിനധികം പറയുന്നത്. അതെ അതെ. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് വിളിച്ചിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് ഫെസ്റ്റിവലിന് കണ്ടിട്ട് അലീഫ് കണ്ടു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു സെക്കൻഡ് ഇങ്ങനെ അന്തം വിട്ടുപോയി. നമ്മൾ പ്രതീക്ഷയോടെ ജനറേഷനാണ് ആ ഡയറക്ടറെ പൊക്കി എടുത്ത് കൊണ്ടുപോകുന്ന വാട്സപ്പിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെ അതെ. പക്ഷേ അത് ജനങ്ങളിലേക്ക് ഒരുപാട് അങ്ങോട്ട് എത്തിക്കാൻ പറ്റില്ല. പോസ്റ്റർ ഒരു മീഡിയയാണ്, ഒരു മീഡിയമാണ്. നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് സങ്കടം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ചെയ്തിട്ട് അതൊരു പോസ്റ്ററിൽ വരിക എന്ന് പറയുന്നത് എല്ലാവർക്കും പിന്നെ അത്രയും നല്ല ചെയ്തോണ്ട, അല്ലെങ്കിൽ ഇല്ല. പക്ഷെ ഞാൻ അതിന് വളരെ ലൈറ്റായിട്ടൊരു വെർഷൻ പറയാം. യു ഡോണ്ട് ടേക്ക് ഇൻ ടു റോങ് സെൻസ്. ടൈറ്റാനിക്കിൽ നായകനും നായികയും കപ്പലിൽ നിൽക്കുന്ന പോസ്റ്റേഴ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷെ ആ കഥ മുഴുവൻ പറയുന്നത് ഒരു അമ്മൂമ്മയാണ്.
അമ്മൂമ്മയുടെ അമ്മൂമ്മയാണല്ലോ മെയിൻ കഥാപാത്രം. ആ പക്ഷെ അവരുടെ ഫോട്ടോസ് ഒരു പോസ്റ്ററിൽ പോലും ഇല്ല. പക്ഷേ ഈ അമ്മൂമ്മ എന്ന് പറഞ്ഞത് ഈ നായികയാണ്. ആയിരിക്കാമല്ലോ, വയസ്സുകാലമാണ്. ആയിരിക്കാം, പക്ഷെ വന്നിട്ടില്ല എന്ന് പറയുന്നത് പോലെ അത്രയും വലിയ താരതമ്യമാണ് ഞാൻ തന്നത്. ഇപ്പൊ ഇംഗ്ലീഷ് പടങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അമ്മ മെയിൻ കഥാപാത്രം പ്രായമുള്ള ആളാണെങ്കിൽ അത് തന്നെ ആയിരിക്കും. അവിടെ ഒരു അല്ലാതെ അതൊന്നുമില്ല. അവിടെ വേറെ അളവുകോലുകളില്ല. അവിടെ കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ, കറക്റ്റാണ്. നടനോ നടിയോ ഒന്നുമില്ല. നമുക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ നമുക്കല്ല അങ്ങനെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവും അല്ലേ, സിനിമയിലും വരട്ടെ. അവിടെ 40 കഴിഞ്ഞ ആൾക്കാരാണ് നായികമാര് കൂടുതലും, കൊച്ചുകുട്ടികളൊന്നുമല്ല അതെ അതെ എല്ലാവരും. ക്യാരക്ടർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അതുപോലെ നമ്മളുടെ എമോഷണൽ ഫീലിങ്സിനെക്കാട്ടിലും ഭയങ്കര എമോഷണൽ ആയിട്ടാണ് അവർ പടം എടുക്കുന്നത്. ഇപ്പോൾ ഈ കൊറിയൻ ഫിലിംസ് ഒക്കെ ഞാൻ ഈ അടുത്ത കാലത്ത് യൂട്യൂബിലൊക്കെ കാണുന്നത് വളരെ വെരി ലവിങ്. പക്ഷെ പടങ്ങൾ ഈ പറയുന്ന പോലെ ടി വിയിൽ വരാൻ തുടങ്ങിയപ്പോഴാണ് പലരുടെയും കള്ളത്തരങ്ങൾ മനസ്സിലാകുന്നത്. സത്യം. എല്ലാത്തിനും കോപ്പിയൊക്കെയാണ്. അയ്യോ, ഒരുപാട് പടങ്ങൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന പടങ്ങളൊക്കെ നമ്മൾ എന്തൊക്കെയോ ആണെന്ന് വിചാരിച്ചതൊക്കെ പക്ഷെ ഒന്നും ഉണ്ടാൻ പറ്റില്ല. അതെ അതെ. അപ്പോൾ പാശ്ചാത്യത്തിൽ നല്ല സംസ്കാരം ഉണ്ടെന്നുള്ള വേണം നമ്മൾ കരുതാൻ. നല്ല ബന്ധങ്ങളുണ്ട്. അച്ഛനമ്മയെക്കാട്ടിലും നല്ല ബന്ധങ്ങൾ നമ്മൾ അവരെ അനുകരിക്കുന്നു, അവരിപ്പോ നമ്മളെ അനുകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തോണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഇവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ പുലർകാലത്തില് സീനത്ത് വന്നത് വളരെ സന്തോഷം. ഇത്രയും ഒരു അനുഭവ സമ്പത്തുള്ള ഒരു ആക്ട്രസ് ഒരു സ്റ്റേജ് വന്നു, സിനിമ ചെയ്തു, സീരിയൽ ചെയ്തു. ഇപ്പോൾ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്, ഒരു സമ്മതി ഉണ്ടാവണം, നല്ല വേഷങ്ങൾ കിട്ടണം, ഇനിയും ഒരുപാട് നിൽക്കണം അല്ലേ. എല്ലാവരും ഉണ്ടാവണം, ഒരു നല്ല കൂട്ടായ്മ ഉണ്ടാവണം, നല്ല കുടുംബ സദസ്സുകൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ വരണം എന്നൊക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സീനത്ത് പങ്കുവച്ചു. പുതിയ ജനറേഷൻ അല്ലേ. അതെ തന്നെ, ഒരു ലിമിറ്റഡ് ടൈം ഗ്യാപ്പിൽ, അതായത് 7:30 to 8:30 അല്ല സീനത്ത്. സീനത്ത് ഈസ് അബവ് ദി റൗണ്ട് ഓഫ് ക്ലോക്ക്. ശരിക്കും ഒരു എപ്പിസോഡിൽ തീർക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം 24 hours മേളിൽ നമ്മൾ കാണുന്ന ഇനിയുള്ള ഒരു നിങ്ങൾ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് സീനത്ത്. സോ താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഈ പുലർകാലത്തിൽ ഞങ്ങൾ വാല്യുബിൾ ടൈം ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തതിന്, ഒരുപാട് നല്ല കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചതിന്. സൗഹൃദമുണ്ട്. താരയിട്ടും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും. നമ്മൾ സുഹൃത്തുക്കളാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ഈസിയായി വന്നിരുന്ന് സംസാരിക്കും. സൗഹൃദത്തിലുപരി വളരെയധികം റെസ്പെക്റ്റോടുകൂടി തന്നെ തൊഴുതോട്ടെ. ഇത്രയും വലിയൊരു താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ഇത്രയും ലൈറ്റായിട്ട് പല കാര്യങ്ങളും പറയാൻ. ലൈറ്റ് അറ്റ് ദ സെയിം ടൈം വെരി പവർഫുൾ. വെരി പവർഫുൾ. ഞാൻ എപ്പോഴും പറഞ്ഞു, യു ആർ വെരി പവർഫുൾ ഇൻ യുവർ ഡെലിവറി ഓഫ് ഡയലോഗ്സ്. നന്നായി വരട്ടെ. ഈ പറയുന്ന പോലെ ഞങ്ങളുടെ ആശംസകളല്ല സീനത്തിന് വേണ്ടത്, സീനത്തിന്റെ ആശംസകൾ ഞങ്ങൾക്കുണ്ടാവട്ടെ. തീർച്ചയായിട്ടും. താങ്ക് യു വെരി മച്ച്. ഇനിയിപ്പോൾ ഒരുപാട് സെൽഫീസ് വന്നു. സെൽഫി ഓഫ് ദ ഡേ നമുക്ക് നോക്കാം. ഇന്നത്തെ വിന്നർ, വണ്ടർഫുൾ ആൻഡ് കൺഗ്രാജുലേഷൻസ് ടു ദ വിന്നർ. ഇപ്പോൾ നിങ്ങൾ സെൽഫി അയച്ചുകൊണ്ടേയിരിക്കണം. സെൽഫി ഓഫ് ദ ഡേ, സെൽഫി ഓഫ് ദ വീക്ക്, സെൽഫി ഓഫ് ദ മന്ത് ഒക്കെ ഉണ്ട്. മന്തിൽ നമ്മൾ നേരത്തെ പറയുന്ന പോലെ എല്ലാ മന്തിലും there is a winner. ബമ്പർ പ്രൈസ് വിന്നറാണ്. വിന്നറിന് കിട്ടുന്നത് സോമതീരം ആയുർവേദിക് ബീച്ച് റിസോർട്ടിൻ്റെ ഒരു സ്റ്റേ ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ വിന്നറിന് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത്. ഭയങ്കര ലക്ഷൂറിയസ് ഒരു സ്റ്റേ ആണ്. നിങ്ങൾക്ക് പോകുമ്പോൾ വളരെ സന്തോഷം, ഭയങ്കര റിലാക്സ് ചെയ്ത് റെജുവിനേഷനോടുകൂടി ആയുർവേദിക് ബീച്ച് റിസോർട്ടിൽ പോയിട്ട് വരാവുന്നതാണ്. അത് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഒരു ബോണസാണിത്. ഇനി നമുക്കൊരു ചോദ്യമുണ്ടല്ലേ. ഇന്നത്തെ എപ്പിസോഡിൽ 7:30 മുതൽ ഇപ്പോൾ 8:30 വരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുലർകാലത്തിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എഴുതി അറിയിക്കാനാവും. ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇന്ന് നമ്മുടെ ഗസ്റ്റ് സീനത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടി. അതേത് പാട്ടാണ് ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒപ്പം നല്ല ബ്യൂട്ടിഫുൾ സെൽഫി എല്ലാം ആൻസർ എല്ലാം ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക. ഞങ്ങൾ നിങ്ങളുടെ ഉത്തരങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. സ്ക്രീനിലുടനീളം നിങ്ങൾക്ക് ഈ അഡ്രസ്സ് കാണാൻ, അയക്കേണ്ട രീതി, ജിമെയിൽ, എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. സോ rush into your entries, take down a white paper and start writing your good answers and be with us tomorrow at the same time 7:30 AM. Till then, bye.